ദിലീപും ജഗൻ ഷാജി കൈലാസും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മറ്റന്നാൾ തുടങ്ങും. നെസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തീരാൻ ഇനി 24 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. നിലവിലുള്ള ഷെഡ്യൂൾ നടക്കുന്നത് കുട്ടിക്കാലത്താണ്. അടുത്ത ഷെഡ്യൂളുകൾ നടക്കുന്നത് കൊച്ചിയിലും പാലക്കാടായിരിക്കും. സിനിമയുടെ മുഴുവൻ ചിത്രീകരണം നവംബറിൽ പൂർത്തിയാകും. സൂര്യയുടെ കറുപ്പ് സിനിമയുടെ ഓവർസീസ് തിയേറ്ററിക്കൽ റൈറ്റ്സ് ഫാർസ് ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ശ്രീനാഥ് ബാസിയുടെ പൊങ്കാല എന്ന സിനിമ നവംബർ 14 തിയേറ്ററുകളിലേക്ക് എത്തും. അതിരടി എന്ന സിനിമയ്ക്ക് ശേഷം ഡോക്ടർ അനന്തുവിൻ്റെ അടുത്ത പ്രൊഡക്ഷൻ കരിക്ക് ടീമിൻ്റെ ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. കളങ്കാവൽ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ റിലീസായിട്ടുണ്ട്. 2 മണിക്കൂറും 24 മിനിറ്റുമാണ് കളങ്കാവൽ സിനിമയുടെ ഡ്യൂറേഷൻ. നവംബർ 27-നാണ് കളങ്കാവൽ സിനിമയുടെ റിലീസ്. അതുപോലെ സിനിമയുടെ ട്രെയിലറിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാവും. കളങ്കാവൽ സിനിമയ്ക്ക് മമ്മൂക്ക ഫാൻസ് ചിലയിടങ്ങളിൽ ഫാൻ ഷോസൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഷർഫുദ്ദീൻ്റെ പെഗ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയ്ക്ക് ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ സാധിച്ചത് 13 കോടിയോളം രൂപയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് ശേഷം ഷാഹി കബീറും കുഞ്ചാക്കോ ബോബനും ഒന്നിക്കുന്ന പുതിയ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനും ലിജോ മോളുമാണ് സിനിമയിൽ മെയിൻ ലീഡായിട്ട് എത്തുന്നത്. കിരൺ ദാസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ DSERA എന്ന സിനിമ മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് വരികയാണ്. സിനിമയുടെ ആൾ കേരള ബുക്കിംഗ് ഇന്ന് രാവിലെ 9:30 ഓപ്പൺ ആകും. DSERA ഓവർസീസിൽ ഏകദേശം 37 രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്യുന്നത്. ഓവർസീസിൽ 500ഓളം സ്ക്രീൻസ് സിനിമയുടെ ടീം ചാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 300ഓളം സ്ക്രീനുകളിലാണ് E4 എൻ്റർടൈൻമെൻറ്റ്സ് സിനിമ റിലീസ് ചെയ്യുന്നത്. റോയിൽ 200 സ്ക്രീനുകളിൽ ലോക്കായിട്ടുണ്ട്. അങ്ങനെ 1000ഓളം സ്ക്രീനുകളിൽ DSERA ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ പെയ്ഡ് പ്രീമിയർ ഷോ നാളെ രാത്രി 9:30 നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും DSERA എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വരികയാണെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ വരുന്ന ചിത്രമായിട്ട് ഈ ഒരു ചിത്രം മാറും.